ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതുപോലെ ഒരു പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 2-3 കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ കീറിക്കളി അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് കളയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇനി മുതൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൊണ്ടു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആവാം. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഷർട്ടിൻ്റെ അടി കർവുള്ള ഷർട്ടാണെങ്കിൽ അടി ഒന്ന് വെട്ടിയിട്ട് സ്ട്രൈറ്റ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ മേലെ ഒന്ന് നമ്മളെ അളവിന് പാകത്തിലെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മേലെ ഒരു ബട്ടൺ വിട്ടുകൊണ്ടാണ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി 4 ഇഞ്ച് വെടുത്തും 4 ഇഞ്ച് ലെങ്ത്തിലും നമുക്ക് ഇവിടെ ഒന്ന് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നും 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് മേലെ നിന്നും 4 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ 4 സൈഡും അടയാളപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, 4 സൈഡും ഒരേ അളവിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബോക്സ് പോലെ കൃത്യമായിട്ട് 4 സൈഡും ഇതുപോലെ ബോക്സ് ആക്കി എടുക്കുക കേട്ടോ. 4 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലുമാണ് ബോക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല വീതിയുള്ള ഷർട്ടാണെങ്കിൽ നമുക്ക് ഒരു 5-5.5 ഇഞ്ചൊക്കെ നമുക്കിതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ബോക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 4 സൈഡിലും ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോക്സ് ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ ബോക്സ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടിക്കണ ടൈമിൽ അത് ബുദ്ധിമുട്ടായി മാറും, ഒരേ കോണിൽ കിട്ടൂല. അപ്പോൾ സെയിം അളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 4-4ലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വീതിയിൽ ഷർട്ട് ട്രിപ്പിൾ എക്സലൊക്കെ ആണെങ്കിൽ 5-5.5 ഇഞ്ചിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 4 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്താൽ അത്യാവശ്യം നല്ല വലിയൊരു സാധനമായി കണ്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗവും അടിഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നേർത്തിട്ട് കൊടുത്തിട്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പൺ ആയിരിക്കണ മേൽഭാഗവും താഴ്ഭാഗവും ഉണ്ടല്ലോ, ആ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബോക്സ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഷേപ്പ് ഇതുപോലെ 2 കോണുമായിട്ട് എടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇതുപോലെ കോണാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കോണാക്കി എടുക്കുക. ഇതുപോലെ കോണാക്കി എടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കുക ഒരു പിന്നോ എന്തെങ്കിലും കുത്തി വെക്കാം കേട്ടോ. പിന്നെ കുത്തി വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ മാറിപ്പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആകെ വെട്ടി വെച്ചത് കാരണം ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ കുത്തി വെക്കുമ്പോൾ നമുക്കതിൻ്റെ കൺഫ്യൂഷനും ഇല്ല, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ മാറിപ്പോകില്ല കേട്ടോ. അപ്പോൾ 4 സൈഡും അങ്ങനെ ഞാൻ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 സൈഡിൽ കൂടി നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോവരുത്. എന്താണെന്ന് വെച്ചാൽ അളവും ഒരേ അളവിലെടുക്കണം എന്ന് പറയണത് ഇതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂലകളൊന്നും ഒപ്പായി കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ 4 സൈഡിൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. വൈറ്റ് നൂലായോട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും.
അപ്പോൾ ഇതാ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ബാഗായി ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടോ, ഞാനിതിൽ ബെഡ്ഷീറ്റാട്ടോ വെക്കണത്. അത്യാവശ്യം കട്ടില്ല ഒരു 5 ബെഡ്ഷീറ്റ് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ 2 പുതപ്പും വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതിൽ ഇഷ്ടം പോലെ സ്പേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇതിനൊരു ഹാൻഡിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഞാനിതിൽ വെക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഈ ഹാൻഡിൽ വെക്കുക എന്ന് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ കോണ് കട്ട് ചെയ്യൂലേ ബോക്സ് ഷേപ്പിൽ, ആ ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ അവിടെ 2 ഹാൻഡിലും കൂടി 2 ഇഞ്ച് വിട്ടിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ നല്ലൊരു ഓർഗനൈസർ, അതുപോലെ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിയായിരിക്കില്ലേ ഇങ്ങനത്തെയൊക്കെ ബാഗ്. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഴയ ഷർട്ടുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ അടിപൊളി ഒരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യത്തിലേ പറയാൻ വിട്ടുപോയി. സ്ലിം ഫിറ്റ് ഷർട്ട് എടുക്കുകയാണെങ്കിൽ സൈഡ് ഒരേ ലെവലിലാക്കാൻ ശ്രദ്ധിക്കണം. ഇത് ലൂസ് ഫിറ്റാണ്, അതുകൊണ്ട് ഒരേ ഷേപ്പിലാണ് ഈ ഷർട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലിം ഫിറ്റ് ആണെങ്കിൽ നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ സ്ലീവ് മാത്രം മതി കേട്ടോ. നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ സ്ലീവ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഫുൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ അത് മതി കേട്ടോ. എല്ലാറ്റിനും ആ ഒരു ഷർട്ട് കൊണ്ട് നമുക്ക് ഈ 3 കാര്യങ്ങളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 കൈയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിൻ്റെ കോളർ വേണം കേട്ടോ. കോളർ കൊണ്ടും നമുക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോളറും കൂടി ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ബട്ടണൊക്കെ ഉണ്ടാവും, അതൊന്ന് അഴിച്ച് വെച്ചിട്ട് അതിൻ്റെ കോളറൊന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ശരിക്കും കാണാൻ പറ്റണില്ല. അപ്പോൾ ഒന്നല്ല, നമ്മളിതിൻ്റെ കോളറൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ക്യാൻവാസ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വീഡിയോ കാണാൻ പറ്റാത്തതിന് സോറി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോളർ 2 പോർഷനായിട്ടാണല്ലോ ഉണ്ടാവുക. അതിൻ്റെ നടുവിലെ ഭാഗം, ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതാ ഈ 2 കോളറിൻ്റെ ഈ 2 കയ്യിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിനൊരു പഫ് ഉണ്ടാവുമല്ലോ, ഈ അടിയിൽ ഈ ക്യാൻവാസ് വെച്ച ബട്ടണൊക്കെ ഇടുന്ന ഭാഗം, ആ ഭാഗവും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇതാ ആ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഷർട്ട് എടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗമുണ്ട് കേട്ടോ. അത് നല്ല നല്ല ഉപയോഗങ്ങളാണ്, ഒക്കെ ഉപകാരപ്പെടുന്ന നല്ല നല്ല ഉപയോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ 2 ഷർട്ടിൻ്റെ പഫ് സ്ലീവ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഒന്ന് നിർത്തിയിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ജോയിൻറ്റ് ഭാഗം വരുന്നുണ്ടല്ലോ, സ്റ്റിച്ചിങ് ഭാഗം, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തുന്നഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക വെച്ച സൈഡിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ പഫ് ഉണ്ടല്ലോ, കയ്യിൻ്റെ ഈ പഫ്, അത് 2 എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഭാഗങ്ങൾ 2ഉം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എൻ്റെ മെഷീനൊന്ന് പണി മുടക്കി കേട്ടോ. പിന്നെ നമ്മളെ മെഷീന് കട്ട കുത്തലൊടുത്തി നൂല്
എന്നാലും ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തങ്ങാണ്ട് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസുള്ള ഭാഗമായിരിക്കും, അപ്പോൾ സൂചി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മെഷീന് നൂല് കട്ട പിടിക്കണോട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഏകദേശം കാണിച്ചു തരാം. പതുക്കെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നിർത്തി കൊടുക്കാം. എന്നിട്ട് ഈ നടുവിലൂടെ ഒന്ന് പ്രസ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് പതിഞ്ഞ് നീറ്റായി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് മെഷീനൊന്ന് കംപ്ലൈൻറ്റ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടുവിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് നല്ല നീറ്റായി കിടക്കും കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ. വൈറ്റ് നൂലോട്ട് അടിച്ചതോട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഒരു 3/4 ഭാഗത്തോളം മടക്കി വെക്കുക. ഈ ഒരു ബട്ടൻ്റെ അടി വശം വരെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ അതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതാ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പേഴ്സായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ചില്ലറ പൈസ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോയിൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോയിൻ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ കോയിനൊക്കെ പെട്ടെന്ന് തന്നെ പേഴ്സിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യത ഉണ്ട് അല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അതിലേക്ക് കുറച്ചും കൂടി പൈസ ഇട്ട് കൊടുക്കണേ, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കുറച്ചും കൂടി പൈസ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടണൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയേണ്ട ഷർട്ട് വെച്ചിട്ട് ഇത്രയ്ക്കും ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ബട്ടൺ ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ ഈ പേഴ്സ് ഒന്ന് കുത്തനെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. നേരെ ഓപ്പോസിറ്റ് പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കുത്തനെ പിടിച്ചാലൊന്നും നമ്മളെ പൈസ പോകുമൊന്നുമില്ല. നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു പേഴ്സാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2ാമത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, 3ാമത്തെ ടിപ്പ്. അപ്പോൾ 3ാമത്തെ ടിപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് കൊണ്ടാണ്. ആ സ്ലീവ് നമുക്ക് ഇതൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നിർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചെറിയൊരു അടിപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗം ഒരേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ചെയ്യേണ്ടത് ഈ ഒരു കർവ് വരുന്നുണ്ടല്ലോ, ആ ഭാഗം ഒരേ ലെവലിൽ ആക്കിയിട്ട് നമ്മളിതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ലെവലിൽ കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ആ ഒരു കർവ് ഭാഗം ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഭാഗം മതി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമ്മുടെ ഈ അടിയിൽ ഈ ബട്ടൺ വരുന്ന ഈ ഒരു ഹോളുണ്ടല്ലോ, അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ അവിടെ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലടി ഒന്ന് പ്രസ് അടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല വിചാരിക്കണ്. അപ്പോൾ കണ്ടോ, ഈ ഒരു 2 ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാണില്ലേ. ഇതുപോലെ ഒന്ന് 2 ഭാഗം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിൻ്റെ 2 നല്ല വശവും കൂടി ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തത് മനസ്സിലായില്ലേ. ചീത്ത വശം 2ഉം പുറത്തേക്ക്, നല്ല വശം 2ഉം ഉള്ളിലേക്ക്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് കൂട്ടി യോജിപ്പിച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉള്ളത്.
ഇനി നമുക്കിതിൻ്റെ മേലെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മേലെ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ മേലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചീത്ത വശത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള 2 സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ അതാ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ആ കോളറിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നില്ലേ, ആ കോളറിൻ്റെ 2 ഭാഗത്തിൽ ഓപ്പണായി കിടക്കുന്ന സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓപ്പണായി കിടക്കുന്ന സൈഡ് 2 ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിന് ഹാൻഡിലായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി ഇത് 2 നമുക്ക് നമ്മുടെ കവറിന് ഹാൻഡിലായി വെക്കാം. അപ്പോൾ ഇത് എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഉള്ളിലാക്കിയിട്ടും വെക്കാം, പുറത്തേക്കാക്കിയിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉള്ളിലാണ് ഈ ഹാൻഡിൽ വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു കോളർ തന്നെ 2 ഹാൻഡിലാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. സൈഡൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഹാൻഡിൽ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ബാഗ് വീണ്ടും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആരെങ്കിലും കരുതോ ഒരു സ്ലീവ് വെച്ചിട്ട് ഇത്രയും വലിപ്പമുള്ളൊരു ബാഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പോൾ അടിപൊളി ബാഗ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സ്പേസ് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ഇതിൽ സാധനങ്ങൾ കൊള്ളുന്നുള്ള ഒരു സ്പേസ് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു തുണികളൊക്കെ ഒന്ന് ഇട്ട് വെച്ചതാണ് കേട്ടോ. കണ്ടോ, ഇതാ തുണികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി ഉപയോഗപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ഇതിന് മേലൊരു ഷിബ് വെച്ചാൽ മതി. അതുപോലെ തന്നെ പുറമെ ഒരു പോക്കറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു A4 സൈസ് ബുക്ക് എടുത്തുകൊണ്ട് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈസി ആയിട്ട് ഇതിൽ നമുക്കിത് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റും. കണ്ടോ, നല്ല ബുക്കും ഇതിൽ കൊള്ളുന്നുണ്ട്. ഒരു 5-6 ബുക്ക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂഷനൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.